ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. പൗഡർ പോലും ഞാൻ ഇടുന്നില്ല, പിന്നെ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്ന് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. എന്നോടും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ. അപ്പോൾ പൗഡർ ഇടുന്നത് വേറെ, സ്കിൻ കെയർ വേറെയാണ് കേട്ടോ. പൗഡർ ഇടുന്നവർ ഇടണ്ട, അത് അവരുടെ ഇഷ്ടം. സ്കിൻ കെയർ ചെയ്യുന്നതും അവരുടെ ഇഷ്ടം. പക്ഷേ പൗഡർ ഇടുന്നത് ഇട്ടില്ലെങ്കിലും ഇട്ടാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്തായാലും ചെയ്തിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ, അതായത് കുറച്ച് ഏജ് കഴിയുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നറിയാം. എങ്കിൽ കൂടി ചെയ്യാത്തവർ ചെയ്ത് തുടങ്ങുക. സിമ്പിളായിട്ടുള്ള സ്കിൻ കെയറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കിൻ ടൈപ്പ് തിരിച്ചറിയണം. സ്കിൻ ടൈപ്പ് തിരിച്ചറിയുക സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സും ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട് സ്കിൻ ടൈപ്പ് തിരിച്ചറിയാനായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് കഴുകിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് എന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് പോലെ ഫീൽ ചെയ്യും. അതുപോലെ ചെറിയ ചുളിവൊക്കെ വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡ്രൈ സ്കിന്നാണ്. നെക്സ്റ്റ് നമ്മൾ ഫേസ് കഴുകി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഓയിലിങ്ങനെ എല്ലായിടത്തും ഓയിലിങ്ങനെ വരുന്നത് പോലെ ഫീൽ ചെയ്യും. അതാണ് ഓയിലി സ്കിന്ന്. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫേസ് കഴുകിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ ഡ്രൈ ആയിട്ടും ചില ഭാഗങ്ങൾ ഓയിലായിട്ട്, ഈ മൂക്കിന് ഇവിടെയൊക്കെ ആയിട്ട് ഓയിലി ആയിട്ടും വരുന്നുണ്ടെങ്കിൽ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞു, സിമ്പിളായിട്ട് സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞു. ഇനി ഇതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സ്കിൻ കെയറിലേക്ക് പോകാം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ CTM എന്നാണല്ലോ പറയുക. അപ്പോൾ C for എന്താണ്, ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, തേച്ചരച്ച് കഴുകി കളയുക. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ അത് സ്കിന്നിന് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ്. ഇതിൻ്റെ കോലം കണ്ടിട്ട് നോക്കണ്ട, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോലത്തിലിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യുക. ഇത് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ചാർക്കോളിൻ്റെ ഫേസ് വാഷ്. അതുപോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ക്ലെൻസർ ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ടോണറിനെ പറ്റിയൊരു വിശദീകരണം എന്നുള്ള രീതിക്ക് പറയുവാണെങ്കിൽ, നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുമായിരിക്കും. അതൊന്ന് മിനിമൈസ് ചെയ്യാൻ, നമ്മുടെ pH ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ CTM പ്രോസസ്സിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു ടോണർ. നിർബന്ധമായും വേണം എന്നില്ല, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സാണ് കേട്ടോ ടോണർ. പക്ഷേ ഓയിലി സ്കിന്നുകാർ ഇത് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഓയിലി സ്കിന്നുകാർ ഈ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസിന് നല്ല കുറവുണ്ടാവുമെന്നും ഞാൻ കേട്ടു. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണം എന്നതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇത് വർക്കാണ്, എൻ്റെ പരീക്ഷണം സക്സസ് ആയിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റോസ് വാട്ടറാണ് ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കാലമായിട്ട് ഈ ഒരു റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. ഇതും മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ CTMലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാതെ എന്ത് തന്നെ വാരിക്കോരി പുറത്ത് തേച്ചാലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. സെക്കൻഡ് വന്നിട്ട് നമുക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക. അത് നമ്മൾ അപ്ലൈ ചെയ്യുക. രാവിലെ രാത്രിയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറിനെ പറ്റി ഒരു വിശദീകരണം പറയുവാണെങ്കിൽ, നമ്മൾ എണ്ണമയം നിലനിർത്തി കൊണ്ടുപോകുക, മീൻസ് ഈർപ്പം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫേസിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, ഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ബോഡിയിൽ മോയ്സ്ചറൈസർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ തേച്ച് ഡെയിലി കുളിക്കുക, അത്ര തന്നെയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്ര തന്നെയാണ്, എണ്ണ തേച്ച് ഡെയിലി കുളിക്കുക.
അതുതന്നെയാണ് നമ്മുടെ സ്കിന്നിന് പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അതല്ല ലോഷന് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരും പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കേണ്ടത് ആ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇത് നമ്മൾ CTM പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. പുറത്ത് പോകുമ്പോൾ മാത്രമല്ല വീട്ടിലിരിക്കുമ്പോൾ ഉപയോഗിക്കണം എന്നാണ്. എന്നാലും പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ ഒരു വീഡിയോയിലൂടെ കാണാം. ബൈ.